പുത്രനാണ് ജോസഫ്. അവൻ ദൈവഭയവും സ്വഭാവശുദ്ധിയുമുള്ള ഒരു കോമളനായിരുന്നു. യാക്കോബിന് തന്റെ 12 മക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അക്കാരണത്താൽ സഹോദരന്മാർ അവനെ വെറുത്തു. മാത്രമല്ല, അവനെ 20 വെള്ളി നാണയത്തിന് ഈജിപ്തിലെ കച്ചവടക്കാർക്ക് വിറ്റു. കച്ചവടക്കാർ അവനെ ഫറവോയുടെ സേനാനായകനായ പോത്തിഫറിന് വിറ്റു. പിന്നീട് പോത്തിഫർ ജോസഫിനെ വിശ്വസിക്കുകയും ചെയ്യാത്ത കുറ്റത്തിന് അവനെ കാരാഗ്രഹത്തിൽ അടയ്ക്കുകയും ചെയ്തു. വർഷങ്ങൾക്ക് ശേഷം ഫറവോയുടെ അരവനെ. കഴിഞ്ഞ രാത്രി നാം ഒരു വിചിത്രമായ സ്വപ്നം കണ്ടിരിക്കുന്നു. പുല്ല് മേഞ്ഞോണ്ടിരിക്കുന്ന 7 പശുക്കളെ നദിയിൽ നിന്ന് കയറി വന്ന 7 മെലിഞ്ഞ പശുക്കൾ വീഴുന്നു. ശേഷം പതിര് നിറഞ്ഞ 7 കരുത്തുകളെ കൊഴുത്തു നിറഞ്ഞിരിക്കുന്ന 7 കരുത്തുകൾ വീഴുന്നു. നാം കണ്ട ഈ വിചിത്രമായ സ്വപ്നം വ്യാഖ്യാനിക്കുക. എന്നാൽ മേലുദ്യോഗസ്ഥർക്ക് ആർക്കും തന്നെ ആ സ്വപ്നത്തിൽ അർത്ഥം പറയാൻ സാധിച്ചില്ല. ഈ സമയം ജോസഫിനൊപ്പം കാരാഗ്രഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു സേവകൻ, കാരാഗ്രഹത്തിൽ ജോസഫ് എന്ന പേരുള്ളവൻ സ്വപ്നങ്ങൾ വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരാണ്. ഫറവോ ജോസഫിനെ വിളിപ്പിച്ചു. ഈ സ്വപ്നം വ്യാഖ്യാനിക്കാൻ കഴിവുള്ളവരും ബുദ്ധിശീലമാണെന്ന് എന്റെ സേവകൻ എന്നോട് പറഞ്ഞു. എനിക്ക് സ്വപ്നം വ്യാഖ്യാനിക്കാനുള്ള കഴിവില്ല യജമാനനെ. എന്റെ ദൈവമാണ് എന്നിൽ പ്രവർത്തിക്കുന്നത്. രാജാവിന്റെ സ്വപ്നം മനസ്സിലാക്കിയതിനു ശേഷം ജോസഫ് സ്വപ്നം വിവരിക്കാൻ തുടങ്ങി. ഇത് ദൈവത്തിൽ നിന്നുമുള്ള സന്ദേശമാണ് യജമാനനെ. വലിയൊരു വരൾച്ച ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ദൈവം കാണിച്ചു തരുന്നത്. അത് 7 വർഷം തുടരും. ധാന്യങ്ങൾ വിളയ്ക്കാനാകാതെ ക്ഷാമം ഉണ്ടാകും. അനേകം ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കും. ഈ സന്ദേശം ഭീകരം തന്നെ. നമ്മളെല്ലാം നശിക്കുമല്ലോ. യജമാനനെ, ഇത് മുന്നറിയിപ്പാണ് വരൾച്ചയ്ക്കുള്ളത്. നമുക്കതിനു മുമ്പ് 7 വർഷം ധാന്യങ്ങൾ സംരക്ഷിക്കാൻ സമയമുണ്ട്. ഈ 7 വർഷം കൊണ്ട് ശേഖരിച്ചു വയ്ക്കുക. 2 മടങ്ങ് കൃഷി ചെയ്ത് ധാന്യപ്പുറകൾ സംഭരിക്കണം. നന്ദി ജോസഫ്, നീ ഈ രാജ്യത്തിലെ ഏറ്റവും ബുദ്ധിമാനാണ്. ഈ ജോലി സമർത്ഥമായി ചെയ്ത് നയിക്കാൻ ഞാൻ നിന്നെ നയിക്കുന്നു. ഇതെന്റെ ഭാഗ്യമായി കരുതുന്നു യജമാനനെ. ഇത് എന്റെ കഴിവല്ല, ദൈവമാണ് എന്നോട് പ്രവർത്തിക്കുന്നത്. 8ാം വർഷം മുതൽ മഴ പെയ്തില്ല. വരൾച്ച ആരംഭിച്ചു. മൃഗങ്ങൾ ചത്തു തുടങ്ങി. നദികളും പുഴകളും വറ്റി. ജനങ്ങൾ പട്ടിണി കൊണ്ട് മരിച്ചു. എന്നാൽ ഈജിപ്തിൽ മാത്രം പട്ടിണി ഉണ്ടായില്ല. ഈജിപ്തിന്റെ ധാന്യപുരയിൽ നിന്ന് ഈജിപ്തിന് പുറമെ രാജ്യങ്ങളിലേക്കും ധാന്യങ്ങൾ വിറ്റുകൊണ്ടിരുന്നു. യാക്കോബും കുടുംബവും പട്ടിണിക്കിരയായി. അദ്ദേഹം തന്റെ 10 മക്കളോട്, ഈജിപ്തിന് അധിപനായ ജോസഫിന് തന്റെ സഹോദരന്മാരെ തിരിച്ചറിയാൻ പ്രയാസമുണ്ടായില്ല. എന്നാൽ അവർ ജോസഫിനെ മനസ്സിലാക്കിയില്ല. അവർ ജോസഫിനെ വണങ്ങി പറഞ്ഞു, ഞങ്ങൾ അകലെയുള്ള കാനാൻ ദേശത്തിൽ വന്നതാണ്. അച്ഛനായ ഞങ്ങളുടെ പിതാവിനും ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് ധാന്യങ്ങൾ ഞങ്ങൾക്ക് സഹായിക്കണമേ. നിങ്ങൾ ചാരന്മാരാണല്ലേ? കോട്ട ആക്രമിക്കാനായി നിങ്ങളുടെ ലക്ഷ്യം? ഒരിക്കലുമല്ല യജമാനെ. പട്ടിണി ഞങ്ങളെ നല്ല നിലയിൽ ബാധിച്ചു. ഞങ്ങളുടെ വലിയ കൃഷി നഷ്ടത്തിലാണ്. ആടുമെല്ലാം ചത്തു. പിതാവ് ഞങ്ങളെ ഇങ്ങോട്ട് അയച്ചു. ശരി, ഞാൻ നിങ്ങൾക്ക് ധാന്യം തരാം. അടുത്ത തവണ വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാവിനെയും അനുജനെയും കൊടുക്കണം. അടുത്ത പ്രാവശ്യം യാക്കോബും മക്കളും ഫറവോയെ കാണാൻ ഈജിപ്തിലെത്തി. തന്റെ പിതാവിനെയും സഹോദരന്മാരെയും കണ്ടപ്പോൾ ജോസഫ് അധികാരം നൽകാൻ കഴിയും. ഞാനായിരുന്നു ജോസഫ് വിളിക്കുന്നത്. ജ്യേഷ്ഠ, നിങ്ങൾ ഈജിപ്തിൽ വ്യാപാരം കിട്ടിയ ജോസഫാണ് ഞാൻ. ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളോട് തെറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് ദേഷ്യമൊന്നുമില്ല. നിങ്ങൾ കാരണമാണ് ഈ ക്ഷാമത്തിന്റെ സമയത്ത് എന്നെ ഇവിടെ സഹായിക്കാൻ ഈജിപ്തിൽ എന്നെ ഏൽപ്പിച്ചത്. നിങ്ങൾ എന്നെ ഒന്ന് താമസിക്കണമെന്നാണ് എന്റെ ആഗ്രഹം. യാക്കോബ് ഓടി ജോസഫിന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു, പിതാവേ, നിങ്ങൾക്ക് വേണ്ടിയാണ് ദൈവം എന്നെ ഇവിടെ അയച്ചത്.